എങ്ങനെങ്കിലും അങ്ങ് സമ്പന്നമായാൽ മതിയായിരുന്നു. ഇപ്പോഴങ്ങനല്ല. അന്യരാജ്യത്തിനെ പോയി കീഴ്പ്പെടുത്തുന്നത് തെറ്റാണെന്ന് പഠിക്കുന്ന സ്ഥലത്താണ് യുദ്ധം ചെയ്യുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ അലക്സാണ്ടറെ പറ്റി പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ്. അയാൾ ചെയ്തതെന്താണ്? ലോകം മുഴുവൻ നടന്ന് വെട്ടിക്കൊന്ന് ആൾക്കാരെ കീഴടക്കിയതാണ്. അയാൾ എങ്ങനെ ഗ്രേറ്റ് ആവും? അശോകൻ എങ്ങനെ ഗ്രേറ്റ് ആവും? ഇതൊക്കെ നമ്മൾ മനസ്സിൽ പഴയ മൂല്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം അവർ ഗ്രേറ്റ് ആകത്തുള്ളൂ. നെപ്പോളിയൻ ദ ഗ്രേറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവരെല്ലാം ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എന്തിനെയാണോ വേണ്ട എന്ന് പറയുന്നത്, കൊലപാതകികളെയാണ് നമ്മൾ ഗ്രേറ്റ് എന്ന് കണ്ടുപിടിച്ചിരുന്നത്. ഇന്ന് നമ്മൾ അത്, പക്ഷെ അന്നത്തെ തെറ്റല്ല. അന്ന് ഏറ്റവും വലിയ സംഭവമാണ് എല്ലാവരും കീഴടക്കി ഒരു വലിയ ഭരണാധികാരിയായി മാറുക എന്ന് പറയുന്ന മൂല്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു ശക്തിക്ക് മുമ്പ് കീഴടങ്ങാൻ പഠിപ്പിക്കുന്ന യുക്തികളാണ് ദൈവവിശ്വാസം, വേറൊന്നുമില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മതവിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം അല്ലെങ്കിൽ മതഭ്രാന്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് വളർന്നു വരുന്ന ഒരു കാഴ്ചയല്ല നമുക്ക്. വളർന്നു വരുന്നതല്ല, ഇവിടെ ഉള്ളതാ. അത് ഉപയോഗിച്ച് ഇലക്ഷന് ജയിക്കാമെന്ന് കണ്ടെത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ യുക്തി മാത്രമേ ഉള്ളൂ. അല്ലാതെ മതം വളരുകയല്ല. മതം ഇവിടെ ഉണ്ടായിരുന്ന, ജാതി ഇവിടെ ഉണ്ടായിരുന്ന, വിവേചനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന, ആരും പഠിപ്പിക്കണ്ട. നമ്മള് ആളുകളെ തോക്കും വാളും ഒക്കെ വെച്ച് വെട്ടിക്കൊന്നുകൊണ്ടിരുന്ന സ്ഥലമല്ലേ. പാസ്പോർട്ട് ഇല്ലായിരുന്നല്ലോ, വിസ ഇല്ലായിരുന്നല്ലോ. ഇന്നങ്ങനല്ലല്ലോ. നമ്മൾ എല്ലാ രാജ്യത്തും നമുക്ക് പോകാവുന്നവരല്ലേ. അവിടത്തുള്ള ആളുകൾ അനുവദിക്കണമെന്ന് മാത്രമാണ് ഇന്നുള്ളത്.